നമസ്കാരം, ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴാണ് ഒരു ഭ്രൂണത്തിന് പഞ്ച ഇന്ദ്രിയ വാസന ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ്. കാഴ്ചശക്തി, അതുപോലെ തന്നെ കേൾവി ശക്തി, സ്പർശന ശക്തി, രുചിക്കാനുള്ള കഴിവ്, അതുപോലെ വാക്ശക്തി. ഇത് എപ്പോഴാണ് ഡെവലപ്പ് ആവുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് എപ്പോഴാണ് തൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്, എപ്പോഴാണ് എൻ്റെ തലോടൽ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ വളരെ കൂടുതലായിരിക്കും. ഏത് ആഴ്ചകൾ മുതലാണ് ഇവയൊക്കെ തൻ്റെ കുഞ്ഞിന് പ്രാപ്തമാകുന്നത് എന്ന് അറിയുവാനുള്ള, അത് മനസ്സിലാക്കുവാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ട് മനസ്സിലാക്കുക. ആദ്യമായി നമുക്ക് ഗർഭത്തിൻ്റെ എത്ര ആഴ്ചയിലാണ് കണ്ണുകൾ ഡെവലപ്പ് ആവുന്നതെന്ന് നോക്കാം. 5ാമത്തെ ആഴ്ച മുതൽ ഡെവലപ്പായി തുടങ്ങും. ആ ഒരു വളർച്ച പരിപൂർണമാകുന്നത് ഏകദേശം 4 മാസം എടുക്കുമ്പോഴാണ്. പിന്നീട് കുഞ്ഞ് കൺപോളകൾ തുറക്കുവാനും അടയ്ക്കുവാനും കണ്ണുകൾ 2 വശങ്ങളിലേക്കും വട്ടത്തിൽ കറക്കുവാനും ഒക്കെ പഠിക്കുന്നത് ഏകദേശം 27 ആഴ്ച എത്തുമ്പോഴത്തേക്കും മാത്രമായിരിക്കും. ഉദരത്തിന് പുറത്തുള്ള വെട്ടത്തിനോട്, ലൈറ്റിനോട് സെൻസിറ്റിവിറ്റി കാണിക്കുന്നത്, ആ ലൈറ്റ് വരുമ്പം കണ്ണടയ്ക്കുവാനും കണ്ണ് ചിമ്മുവാനും ഒക്കെ തുടങ്ങുന്നത് 31 ആഴ്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും. ജനനശേഷമാണ് ഈ വിഷൻ, കാഴ്ചശക്തി പരിപൂർണമായി കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ആവുന്നത്. ഒരു ഭ്രൂണത്തിൻ്റെ കേൾവി ശക്തി എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ 27 ആഴ്ച മുതൽ ആരംഭിക്കും. ഗർഭാവസ്ഥയുടെ അവസാന 20 ആഴ്ചകളാണ് കേൾവിശക്തി ഡെവലപ്പ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ 27 ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 18 ആഴ്ച മുതലൊക്കെ കുഞ്ഞ് അമ്മയുടെ ശരീരത്തിനകത്തുള്ള സൗണ്ടുകൾ, അമ്മയുടെ ഹൃദയമിടിപ്പ്, ഇതൊക്കെ കേട്ടു തുടങ്ങും. പ്രത്യേകിച്ച് അമ്മയുടെ സംസാരം, ഇതൊക്കെ ആദ്യ സമയങ്ങളിൽ കുഞ്ഞ് ഓഡിറ്ററി റെസ്പോൺസ്, കുഞ്ഞിൻ്റെ ആദ്യ ഓഡിറ്ററി റെസ്പോൺസായിട്ട് കുഞ്ഞ് ഇത് കേൾക്കുവാനും ചെറിയ ചെറിയ റെസ്പോൺസസ് നടത്തുവാനും തുടങ്ങും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആളുകൾ ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബെല്ലിയുടെ മുകളിൽ, പ്രഗ്നൻ്റ് ബെല്ലിയുടെ മുകളിൽ ഇയർഫോൺ വെച്ച് കുഞ്ഞിന് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. വളരെ തെറ്റായ ഒരു സമീപനമാണ്. ആദ്യം കുഞ്ഞുങ്ങൾക്ക് 500 ഹെർട്സിനുള്ളിലുള്ള സൗണ്ടുകൾ മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വൂമ്പിന് പുറത്തുള്ള സൗണ്ടുകൾ, അതായത് ഉദരത്തിന് പുറത്തുള്ള സൗണ്ടുകൾ കുഞ്ഞിന് കേട്ട് തുടങ്ങുന്നത് ഏകദേശം 31 ആഴ്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും. എന്നാലും അടുത്ത് നിന്ന് സംസാരിക്കുന്ന, അടുത്ത് നിന്ന് കേൾക്കുന്ന പല സൗണ്ടുകളും കുഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യാനും തുടങ്ങും. അതായത് സ്ഥിരമായി കേൾക്കുന്ന അച്ഛൻ്റെ വോയിസ്, അമ്മമാരുടെ വോയിസ്, ഇതൊക്കെ വളരെ ശക്തമായിട്ട് ഹയർ വോളിയത്തിൽ നമ്മൾ ഈ ഒരു ഇയർഫോൺ ബെല്ലിയുടെ മുകളിൽ വെക്കുന്നത്, വയറിൻ്റെ മുകളിൽ വെക്കുന്നത് വഴി അമ്നിയോട്ടിക് ഫ്ലൂയിഡിലേക്കാണ് നമ്മൾ, ആ ഫ്ലൂയിഡ് പാസ് ചെയ്തിട്ടാണ് ബേബിയിലേക്ക് ഈ സൗണ്ട് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുകയും കുഞ്ഞിൻ്റെ ഓഡിറ്ററി സിസ്റ്റം തകരാറിലാവുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പാട്ട് കേൾക്കുമ്പോഴാണെങ്കിലും കുഞ്ഞിന് കേൾക്കാവുന്ന രീതിയിൽ അടുത്ത് വെച്ച് പാട്ട് കേൾപ്പിക്കുന്ന സമയത്ത് ചെറിയ വോളിയം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് ഒരു പാട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നത് കുഞ്ഞിൻ്റെ മെമ്മറിയിൽ ചില സ്പെസിഫിക് കോഡ് ഫോർമേഷൻ, അതായത് അത് ഓർത്തിരിക്കുന്നത്, ആ ഒരു സ്പെസിഫിക് പാട്ട്, അതിൻ്റെ ലിറിക്സ്, ഇതെല്ലാം കുഞ്ഞ് ഓർത്തിരിക്കാറുണ്ട് എന്ന് ധാരാളം പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് നമ്മളൊരു പാട്ട് കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ അത് വളരെ അർത്ഥവത്ത് ആയിട്ടുള്ളതാവണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. മാത്രവുമല്ല, അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ തന്നെ വളരെയധികം സഹായിക്കുന്നു എന്നും ധാരാളം പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ സ്മെൽ സെൻസിറ്റിവിറ്റിയും ടേസ്റ്റ് സെൻസിറ്റിവിറ്റി ആദ്യ ആഴ്ചകളിൽ തന്നെ ഡെവലപ്പ് ആവുന്നുണ്ട്. അതും അമ്മ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റൊക്കെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ എത്തുകയും അത് തന്നെയാണ് കുഞ്ഞ് രുചിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തുന്നത് അവസാന 3 മാസങ്ങളിൽ മാത്രമായിരിക്കും. പിന്നെ സ്മെല്ല് ചെയ്യാനുള്ള കഴിവ്, അതും അവസാന 3 മാസങ്ങളിലാണ് കൃത്യമായി ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. 4ാമത്തെ ആഴ്ച മുതൽ കുഞ്ഞിൻ്റെ നാവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വോക്കൽ കോഡ് സംസാരിക്കുവാൻ വേണ്ടിയിട്ട്
സൗണ്ട് പുറപ്പെടുവിക്കുന്ന വോക്കൽ കോഡ്സൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ആവുന്നത് 28 വീക്കിലാണ്. കുഞ്ഞുങ്ങൾ മോക്ക് ക്രൈസൊക്കെ, അതായത് കരയുവാനൊക്കെ അവസാന 3 മാസങ്ങളിൽ പഠിക്കും. ടച്ച് സെൻസിറ്റിവിറ്റിയും, അതായത് സ്പർശനത്തിൻ്റെ സെൻസിറ്റിവിറ്റിയും ആദ്യത്തെ 4-ാമത്തെ ആഴ്ച, ഏകദേശം 4-ാമത്തെ ആഴ്ച മുതൽ തന്നെ ഡെവലപ്പ് ആവുകയാണ്. പിന്നീട് അമ്മയുടെ സ്പർശനമൊക്കെ, ബെല്ലിയിലുള്ള അമ്മയുടെ സ്പർശനമൊക്കെ കുഞ്ഞ് തിരിച്ചറിയാൻ തുടങ്ങുന്നത് 4-ാമത്തെ മാസം മുതലാണ്. 4-ാമത്തെ മാസം മുതൽ അമ്മയുടെ ടച്ച്, ബെല്ലിക്ക് മേലെയുള്ള ടച്ച് കുഞ്ഞിന് തിരിച്ചറിയാൻ സാധിക്കും. ഈ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ അമ്മമാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അമ്മയുടെ ഇമോഷൻസ് എല്ലാം അതേ അളവിൽ തന്നെ കുഞ്ഞിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അമ്മ കരയുകയാണെങ്കിൽ അതേ അളവിൽ തന്നെ ആ ഇമോഷൻ കുഞ്ഞിലേക്കും എത്തുന്നുണ്ട്. അമ്മ സന്തോഷിക്കുകയാണെങ്കിൽ അതേ അളവിൽ തന്നെ കുഞ്ഞിലും ആ ഒരു ഇമോഷൻ കിട്ടുന്നുണ്ട്. മറ്റേണൽ സ്ട്രെസ്, അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന സ്ട്രെസ്സ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ആവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് സ്കാനിങ്ങിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങളാണ്. 6 മാസം മുതലാണ് വേദന എന്ന ഒരു സെൻസിറ്റിവിറ്റി, അതിൻ്റെ ഒരു സെൻസേഷൻ കുഞ്ഞുങ്ങൾക്ക് എത്തിത്തുടങ്ങുന്നത്, അതായത് ഭ്രൂണത്തിന് എത്തിത്തുടങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില റിസർച്ചുകൾ 12 ആഴ്ച മുതൽ ഒക്കെ തന്നെ ഈ ഒരു പെയിൻ സെൻസിറ്റിവിറ്റി കുഞ്ഞിന് അനുഭവിക്കാൻ സാധിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. മൊത്തത്തിൽ താൻ ഇരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ, തൻ്റെ ചുറ്റുപാട്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു കോൺഷ്യസ്നെസ്, ഒരു അവബോധം കുഞ്ഞിനുണ്ടായി തുടങ്ങുന്നത് 30 ആഴ്ചകൾ മുതലാണ്. 30 to 35 ആഴ്ചകൾക്കുള്ളിലാണ് സെൽഫ് കോൺഷ്യസ്നെസ് കുഞ്ഞിന്, ഭ്രൂണത്തിന് വന്നു തുടങ്ങുന്നത്. ഏകദേശം 16 ആഴ്ച മുതൽക്ക് തന്നെ കുഞ്ഞിൻ്റെ, നമ്മൾ ബെല്ലിയിൽ തടവുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു റിയാക്ഷൻ നമുക്കൊരു കിക്കായിട്ട് ചെറിയ ഒരു തൊഴിക്കുന്ന ഫീലിംഗ് അത് പുറമേക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. 25 വീക്സൊക്കെ കഴിയുമ്പോഴായിരിക്കും അത് നമുക്ക് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് വളരെ ശക്തമായൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക. പുറമേക്ക് നിൽക്കുന്നവർക്കും ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്നതിനോട് കുഞ്ഞ് റെസ്പോൺസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴും കുഞ്ഞുമായി എൻഗേജ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ പുറമേക്ക് നമ്മൾ തലോടി കൊടുക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിനെ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞ് വിളിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ കുഞ്ഞിനത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇങ്ങനെയാണ് ഫെമിലിയർ ആയിട്ടുള്ള വോയിസും മറ്റും കുഞ്ഞ് ജനനശേഷവും റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചില കുഞ്ഞുങ്ങളിൽ ജനനശേഷം ജനിക്കുന്നതിന് മുൻപേ കേട്ട ചില പാട്ടുകൾ വീണ്ടും കേൾക്കുമ്പോൾ ക്വയറ്റാവുന്നത്, കരയുമ്പോഴൊക്കെ അത് കേൾക്കുമ്പോൾ ക്വയറ്റായിരിക്കുന്നതൊക്കെ പല അമ്മമാർക്കും അനുഭവമുള്ള കാര്യമാണ്. ഇതെല്ലാം കുഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാ അമ്മമാർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി ഡീറ്റെയിൽസ് നോക്കി അപ്പോയിൻമെൻറ്റ്സ് കളക്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കുഞ്ഞിൻ്റെ ചർമ്മം എങ്ങനെ ഹെൽത്തിയായി നമുക്ക് ജനനശേഷം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അത് കോംപ്ലക്ഷനിലായിക്കോട്ടെ, കറുപ്പ് വെളുപ്പ് എന്നല്ല, ഏത് കോംപ്ലക്ഷൻ ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ചർമ്മം കുഞ്ഞിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസസുകൾ ഉള്ള മാതാപിതാക്കളാണെങ്കിൽ അതൊക്കെ തൻ്റെ കുഞ്ഞിന് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളതിനെ പറ്റിയും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊക്കെ ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് വരും വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.